ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇഷ്ടം പോലെയുള്ള സംഭവമായിരിക്കുമല്ലേ മാങ്ങ. എവിടെ നോക്കിയാലും ഇപ്പോൾ മാങ്ങ മാത്രമേ കാണാനുള്ളൂ. അപ്പം നമുക്ക് ഈ മാങ്ങ വെച്ചിട്ട് നല്ല 2 അടിപൊളി ഡെസേർട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. സിമ്പിളായിട്ട് എല്ലാവർക്കും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ ക്രീമും അതുപോലെ തന്നെ മാംഗോ വെച്ചിട്ടുള്ള ഫലൂദയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഫലൂദ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കസ്കസ് കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇതിനൊന്നും പ്രത്യേകിച്ചിട്ട് അളവും കണക്കൊന്നുമില്ല കേട്ടോ. നിങ്ങൾ എത്രത്തോളം ഉണ്ടാക്കുന്നോ അതിനനുസരിച്ചിട്ട് ഒക്കെ എടുക്കുക. ഇനി നമുക്ക് കുറച്ച് മാങ്ങ എടുക്കുക. അതിൽ നിന്ന് ഞാൻ 2 എണ്ണം ഇതുപോലെ കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 2 എണ്ണം നല്ല ചെറിയ ചെറിയ പീസാക്കിയിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ബാക്കി 2 എണ്ണം അങ്ങനെ കട്ട് ചെയ്യുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല. അത് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാനുള്ളതാണ്. പിന്നെ നമ്മൾ കുതിർത്തി വെച്ച കസ്കസും അതുപോലെ തന്നെ കുറച്ച് സേമിയയും കൂടി ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ വളരെ തിന്നായിട്ടുള്ള ആ ഒരു സേമിയ എന്നിട്ട് എൻ്റെ കയ്യിലുള്ളത്. അതായാലും കുഴപ്പമില്ല, നോർമൽ സേമിയ ആയാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ കുറച്ച് നട്ട്സും കൂടി ഞാനിവിടെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാങ്ങയില്ലേ, ഞാൻ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് ആ ഒരു മാങ്ങ നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച 2 മാങ്ങൻ്റെ ആ ഒരു പീസസൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പം ഇതിന് നല്ലപോലെ തന്നെ മധുരം വേണം. ഈ ഒരു മധുരം മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്കിതിൽ കണ്ടൻസ് മിൽക്ക് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക, പാൽപ്പൊടി വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റിൽ മാറ്റമൊക്കെ വരുത്താട്ടോ. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അങ്ങനെ ലൂസായി പോവണ്ട, കുറച്ചൊരു കട്ടിയിൽ തന്നെ ആവത്തക്ക രീതിയിൽ കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് അരച്ചിട്ടെടുക്കാം. നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കിതിൽ കണ്ടൻസ് മിൽക്കോ പാൽപ്പൊടിയോ എന്താണെന്ന് വെച്ചാൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വേറൊന്നും ചേർത്തിട്ടില്ല. നല്ല ടേസ്റ്റുള്ള മാങ്ങ ആയതുകൊണ്ട് തന്നെ വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ കൂടുതൽ പുളിയില്ലാത്ത നല്ല ടേസ്റ്റുള്ള മാങ്ങ തന്നെ ഇതിന് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെന്താ, ഇനി നമ്മൾ ഏതിലാണോ നമ്മൾ ഫലൂദ റെഡിയാക്കേണ്ടത് ആ ഗ്ലാസ് എടുത്ത് വെക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ച കസ്കസും അതുപോലെ തന്നെ വേവിച്ച് വെച്ച സേമിയയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. നമ്മളിങ്ങനെ കസ്കസും സേമിയൊക്കെ ആദ്യം റെഡിയാക്കി ഫ്രിഡ്ജിലൊക്കെ വെക്കാന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നുമ്പോൾ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഫലൂദയാണ് കേട്ടോ ഇത്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് നമ്മൾ നേരത്തെ ചെറുതായിട്ട് കട്ടയാക്കിയിട്ടുണ്ടായിട്ടില്ല ആ മാങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നട്ട്സ് ഇട്ട് കൊടുക്കാം. നട്ട്സൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അതുപോലെ ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇല്ലേ, അതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോ, നല്ല ടേസ്റ്റ് ആവും. പിന്നെ ഇതിൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം മാംഗോൻ്റെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല മധുരത്തിൽ തന്നെ ഈ ഒരു ജ്യൂസ് ചെയ്യുക. കാരണം നമ്മൾ വേറൊന്നും മധുരത്തിന് ഇതിൽ യൂസ് ചെയ്യുന്നില്ലല്ലോ. പിന്നെ നമ്മുടെ നല്ല മധുരമുള്ള മാങ്ങയായിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെന്താ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കസ്കസ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലെയറായിട്ട് ചെയ്യാം കേട്ടോ. കസ്കസ് അതുപോലെ സേമിയ, പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ആ ഒരു മാങ്ങ, അതിനുശേഷം നട്ട്സ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാ ലെയറും കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. പിന്നെ അതിന് മുകളിൽ വേണം നമ്മൾ ഐസ്ക്രീം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മാംഗോ ഐസ്ക്രീം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത്രയും നല്ലത്. ആ ഒരു മാംഗോൻ്റെ അധികം നല്ലൊരു ഫ്ലേവർ തന്നെ ഉണ്ടാവും. വാനില ആയാലും കുഴപ്പമൊന്നുമില്ല. വാനില ഐസ്ക്രീം എല്ലാറ്റിനും എന്താ പറയുക കോമ്പിനേഷനായിട്ട് പോകുന്നതല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വാനില ഐസ്ക്രീമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാംഗോ ഐസ്ക്രീം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ വാനില ഐസ്ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ എല്ലാവർക്കും. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മഞ്ചാക്കിയിട്ട് എടുക്കാം കേട്ടോ. പിന്നെന്താ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാൻ മറന്നേക്കരുത്. അതുപോലെ തന്നെ ഒരു ഹേർട്ടെങ്കിലും കമൻറ്റായിട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ ഫലൂദയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഒരു 4 ഗ്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ 3 ഗ്ലാസ്സേ കാണിച്ചിട്ടുള്ളൂ. ഈ ഒരു അളവിൽ ഞാൻ ഉണ്ടാക്കിയ ആ ഒരു അളവിൽ 4 മാങ്ങ വെച്ചിട്ട് 4 ഗ്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ ഗ്ലാസ്സാണ്. നിങ്ങൾക്ക് ചെറിയ ഗ്ലാസ്സിൽ മതിയാണെങ്കിൽ അങ്ങനെയും മതി കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് ചെയ്യാം. ഇനി നമ്മൾ നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി മാംഗോ ക്രീമാണ്. നമ്മൾ മാംഗോ ഐസ്ക്രീമൊക്കെ കഴിക്കൂലേ, അതുപോലെയല്ല, അതിനേക്കാളും നല്ല ക്രീമി ആയിട്ടുള്ള അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ. അപ്പം ഇതും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് അങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുള്ളൂ. ബാക്കി വലിയ പീസ് തന്നെ ആക്കിയിട്ട് കട്ട് ചെയ്തോ, കാരണം നേരത്തെ പോലെ കുറച്ച് അരച്ചെടുക്കാനുള്ളതാണ്.
അപ്പോൾ ഞാനിവിടെ 2 മാങ്ങയാണ് കേട്ടോ കുറച്ച് വലിയ വലിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഒരു മാങ്ങ നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അത് അത്രേ ആവശ്യമുള്ളൂ, അങ്ങനെ എടുത്തിട്ടുള്ളൂ. പക്ഷേ ഇതൊക്കെ നിങ്ങൾ എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യുക. ഇനി ഇത് അരക്കാനുള്ള ജാർ എടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ഈ വലിയതായി കട്ട് ചെയ്ത് വെച്ച ഈ ഒരു മാങ്ങ നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതിലോട്ട് നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടൻസ് മിൽക്ക് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. ഞാൻ പിന്നീട് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അരക്കുന്ന സമയത്ത്. അത് ഞാൻ പിന്നെ കാണിക്കാൻ വിട്ടുപോയതാണ്. ഞാൻ പിന്നെ അതിൽ ചേർത്തില്ലല്ലോ എന്ന് ഓർത്തപ്പം കുറച്ച് പഞ്ചസാര അതിന് ആ ഒരു എന്താ പറയുക മാങ്ങക്കൊരു ആ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള മാങ്ങയാണ്, എന്നാലും ഞാൻ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ മാങ്ങക്കും കൂടി ആ ഒരു മധുരം വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇനി ഞാനിവിടെ 1 കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം അല്ല ഫ്രഷ് ക്രീമാണ് ഉള്ളതാണെങ്കിൽ അത് എടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ കുറച്ചുകൂടി ക്രീമി ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ വിപ്പിംഗ് ക്രീം എടുത്തു എന്നേ ഉള്ളൂ. ഫ്രഷ് ക്രീം ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാവും. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ടൊക്കെ എടുത്താൽ മതി. അപ്പം ഞാനിത് കൂടുതൽ അങ്ങനെ നമ്മൾ കേക്കിനൊക്കെ ആക്കുന്ന പോലെ അങ്ങനെ സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു വിപ്പിംഗ് ക്രീം. പിന്നെ ഞാനിതിലോട്ട് 1/4 കപ്പോളം ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫ്രഷ് ക്രീമിൻ്റെ വേറെ തന്നെ ഒരു ടേസ്റ്റ് അല്ലേ, അത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രഷ് ക്രീം മാത്രമേ ഉള്ളതാണെങ്കിൽ അത് ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടും ചെയ്യുക കേട്ടോ. പിന്നെ ഇതിൽ ഞാനിത് ഫ്രീസറിൽ വെച്ചിട്ട് കണ്ടൻസ് മിൽക്ക് നല്ല കട്ടിയായി പോയിട്ടുണ്ട്. അപ്പം അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടിന്നോളം കണ്ടൻസ് മിൽക്ക് ഉണ്ട്. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ കണ്ടൻസ് മിൽക്ക് ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെന്താ, ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു മാംഗോൻ്റെ ജ്യൂസില്ലേ, അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതിൽ ഞാൻ കുറച്ച് മധുരം ഇട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പം അതൊക്കെ നിങ്ങൾ മധുരമൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള ഡെസേർട്ടൊക്കെ ഉണ്ടാക്കുമ്പം കുറച്ച് മധുരം ഉള്ളത് തന്നെയാണ് കേട്ടോ നല്ലത്. അപ്പോഴല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. മധുരം ഇല്ലെങ്കിൽ അത്ര അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടൂല കേട്ടോ. പുഡിങ് ആയാലും ഇങ്ങനെയുള്ള ഡെസേർട്ടൊക്കെ ആയാലും. അപ്പം നിങ്ങൾ നോക്കുക, നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യുക. ഇനി ആ ഒരു മാംഗോ പൾപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പം ആ ഒരു മാംഗോൻ്റെ അങ്ങനെ ഫ്ലേവർ കിട്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലേവറൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആ ഒരു പൾപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആ 2 മാങ്ങൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ, കുറച്ചൊന്ന് ബാക്കിയുണ്ട് ആ ഒരു പൾപ്പ്. അത് കുഴപ്പമില്ല, അത് നിങ്ങൾ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി വേറെ ഒന്നുമില്ല, നമ്മൾ ഏത് ട്രേയിലാണോ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലോട്ട് നമ്മൾ ഈ ക്രീം ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് ലെയറായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മാങ്ങ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു മാങ്ങ മാറ്റി വെച്ചിട്ടുണ്ടായിട്ടില്ല ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അത് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് നട്ട്സ് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. കഴിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടുമ്പം നല്ല ടേസ്റ്റാവും. പക്ഷേ നമ്മൾ ഈ മാംഗോനെ കൊണ്ട് ചെയ്യുമ്പം ആ ഒരു ഫ്ലേവർ മാത്രം മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ നട്ട്സ് ഒന്നും ഇവിടെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നമ്മൾ ഈ കഴിക്കുന്ന സമയത്ത് ഈ ഒരു മാങ്ങ കടിക്കാൻ കിട്ടുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പം നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ടേസ്റ്റുള്ള മാങ്ങ തന്നെ യൂസാക്കാൻ ശ്രമിക്കുക. പുളിയുള്ള മാങ്ങ എടുക്കാതിരിക്കുക, നല്ല മധുരമുള്ള മാങ്ങ തന്നെ എടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ ആ ഒരു ലെയറിൽ ചെറിയ ചെറിയ മാങ്ങൻ്റെ പീസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ വീണ്ടും ബാക്കിയുള്ള ക്രീമും കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് 2-3 ലെയർ അതുപോലെ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ബാക്കിയുണ്ടായിട്ടില്ലേ ആ ഒരു മാംഗോൻ്റെ പൾപ്പ്, അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേഷൻ ചെയ്തിട്ടൊക്കെ എടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു മാങ്ങൻ്റെ കുറച്ച് പീസും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഫ്രീസറിൽ ഒരു 3-4 മണിക്കൂറെങ്കിലും വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചതിന് ശേഷം വേണം കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അടിപൊളിയല്ലേ, പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാല്ലാ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.